PSC പോസിറ്റീവ് പോയിന്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് അക്കൗണ്ടൻസിയിൽ നിന്നുള്ള റിവിഷൻ ക്വസ്റ്റ്യൻസ് ആണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. ഒന്നാമത്തെ ചോദ്യം, ദ മാക്സിമം ക്യാപിറ്റൽ ദാറ്റ് ദ കമ്പനി ഈസ് ഓതറൈസ്ഡ് ടു റേസ്. ദ മാക്സിമം ക്യാപിറ്റൽ ദാറ്റ് ദ കമ്പനി ഈസ് ഓതറൈസ്ഡ് ടു റേസ്. ഉത്തരം നോമിനൽ ക്യാപിറ്റൽ. ഒരു കമ്പനിക്ക് റേസ് ചെയ്യാൻ കഴിയുന്ന മാക്സിമം ക്യാപിറ്റലിനെ നോമിനൽ ക്യാപിറ്റൽ അല്ലെങ്കിൽ രജിസ്റ്റേർഡ് ക്യാപിറ്റൽ എന്ന് പറയും. ദ മാക്സിമം ക്യാപിറ്റൽ ദാറ്റ് ദ കമ്പനി ഈസ് ഓതറൈസ്ഡ് ടു റേസ് ഈസ് നോമിനൽ ക്യാപിറ്റൽ. R&D statement is prepared mainly based on R&D statement is prepared mainly based on ഉത്തരം ജനറൽ ലെഡ്ജർ. ജനറൽ ലെഡ്ജറിനെ ബേസ് ചെയ്തുകൊണ്ടാണ് R&D സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി എന്ന് പറയുന്നത് ഡേ ബുക്കാണ്. ഡേ ബുക്കിൽ എല്ലാ ട്രാൻസാക്ഷനും ക്യാഷ് ആൻഡ് നോൺ ക്യാഷ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യും. ഡേ ബുക്കിൽ നിന്നാണ് ജനറൽ ലെഡ്ജർ വരുന്നത്. ജനറൽ ലെഡ്ജറിന് ശേഷം R&D സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യും. R&D സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ബാലൻസ് ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിലേക്ക് പോകും. R&D സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ കാണിക്കും. അടുത്തത്, ലൂക്ക പസിയോളി ഈസ് കൺസിഡേർഡ് ഫാദർ ഓഫ് അക്കൗണ്ടിങ് ലീവ്ഡ് ഇൻ. ലൂക്ക പസിയോളി ഈസ് കൺസിഡേർഡ് ഫാദർ ഓഫ് അക്കൗണ്ടിങ് ലീവ്ഡ് ഇൻ. ഉത്തരം ഇറ്റലി. ലൂക്ക പസിയോളിയാണ് ഫാദർ ഓഫ് അക്കൗണ്ടൻസി എന്ന് പറയുന്നത്. അദ്ദേഹം ഇറ്റലിക്കാരനാണ്. ദ റിട്ടൺ എവിഡൻസ് ഫോർ എ പേയ്മെൻറ്റ് ഓഫ് ക്യാഷ്. ദ റിട്ടൺ എവിഡൻസ് ഫോർ എ പേയ്മെൻറ്റ് ഓഫ് ക്യാഷ്. ഉത്തരം വൗച്ചർ. ഒരു പേയ്മെൻറ്റ് നടത്തിയതിനുള്ള തെളിവാണ് വൗച്ചർ. ഒറിജിനൽ വൗച്ചറിനെ പ്രൈമറി വൗച്ചർ എന്ന് പറയും. ഇനി ഇൻ കേസ് പ്രൈമറി വൗച്ചർ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ഡ്യൂപ്ലിക്കേറ്റ് വൗച്ചർ ക്രിയേറ്റ് ചെയ്യുന്നതിനെയാണ് കൊളാട്രൽ വൗച്ചർ എന്ന് പറയുന്നത്. അതിനെ സെക്കൻഡറി വൗച്ചർ എന്ന് പറയാറില്ല, പകരം കൊളാട്രൽ വൗച്ചർ എന്നാണ് പറയുന്നത്. ക്യാഷ് ഡിസ്കൗണ്ട് ഈസ് ആൻ അലവൻസ് മെയ്ഡ് ബൈ ദി. ക്യാഷ് ഡിസ്കൗണ്ട് ഈസ് ആൻ അലവൻസ് മെയ്ഡ് ബൈ ദി. ഉത്തരം ക്രെഡിറ്റർ. ക്യാഷ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് ക്രെഡിറ്റർ ഡെറ്റർക്ക് കൊടുക്കുന്ന ഡിസ്കൗണ്ടാണ്. അതായത് പ്രോംപ്റ്റ് പേയ്മെൻറ്റ് പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ക്രെഡിറ്റർ ഡെറ്റർക്ക് കൊടുക്കുന്നതാണ് ക്യാഷ് ഡിസ്കൗണ്ട്. വെൻ ഗുഡ്സ് ആർ ഡിസ്ട്രോയിഡ് ബൈ ഫയർ ടോട്ടൽ വാല്യൂ ഓഫ് ലോസ് ഈസ് ക്രെഡിറ്റഡ് ടു. വെൻ ഗുഡ്സ് ആർ ഡിസ്ട്രോയിഡ് ബൈ ഫയർ ടോട്ടൽ വാല്യൂ ഓഫ് ലോസ് ഈസ് ക്രെഡിറ്റഡ് ടു. ഉത്തരം ട്രേഡിംഗ് അക്കൗണ്ട്. തീപിടുത്തം മൂലമുണ്ടാകുന്ന ഗുഡ്സിൻ്റെ നഷ്ടം, അതിൻ്റെ ടോട്ടൽ വാല്യൂ എടുത്തിട്ട് ട്രേഡിംഗ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദ പൊസിഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഈസ്. ഉത്തരം ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റിനെയാണ് പൊസിഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ദ വർക്ക് ഓഫ് ക്ലാസിഫിക്കേഷൻ ഈസ് ഡൺ ഇൻ ദ ബുക്ക് നോൺ ആസ്. The work of classification is done in the book known as. ഉത്തരം ലെഡ്ജർ. ലെഡ്ജറിലേക്ക് ഈ ക്ലാസിഫിക്കേഷൻ നടത്തുന്നത് ലെഡ്ജറിലാണ്. ഫസ്റ്റ് റെക്കോർഡ് ചെയ്യുന്നത് ജേണലിലാണ്. ജേണലിൽ ഓരോ എൻട്രി കൊടുക്കുന്നതിനെയാണ്, ആ ഒരു പ്രോസസ്സിനെയാണ് ജേണലൈസിങ് എന്ന് പറയുന്നത്. ഈ ജേണലിൽ നിന്ന് ലെഡ്ജറിലേക്ക് എൻട്രി ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് പോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ക്ലാസിഫിക്കേഷൻ നടത്തുന്നത് ലെഡ്ജറിലാണ്. ലെഡ്ജർ പ്രിപ്പയർ ചെയ്യുന്ന സമയത്താണ് ക്ലാസിഫിക്കേഷൻ നടത്തുന്നത്. മിസലേനിയസ് ജേണൽ മീൻസ്. ഉത്തരം ജേണൽ പ്രോപ്പർ. ജേണൽ പ്രോപ്പറിനെയാണ് മിസലേനിയസ് ജേണൽ അല്ലെങ്കിൽ ജനറൽ ജേണൽ എന്ന് പറയുന്നത്. 8 സബ്സിഡിയറി ബുക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ക്യാഷ് ബുക്ക്, പർച്ചേസ് ബുക്ക്, സെയിൽസ് ബുക്ക്, പർച്ചേസ് റിട്ടേൺ ബുക്ക്, സെയിൽസ് റിട്ടേൺ ബുക്ക്, അക്കൗണ്ട്സ് റിസീവബിൾ ബുക്ക്, അക്കൗണ്ട്സ് പേയബിൾ ബുക്ക് ആൻഡ് ലാസ്റ്റത്തത് ജേണൽ പ്രോപ്പർ. ഇതെല്ലാമാണ് സബ്സിഡിയറി ബുക്കുകൾ എന്ന് പറയുന്നത്. മിസലേനിയസ് ജനറൽ ജേണൽ എന്ന് പറയുന്നത് ഈ ജേണൽ പ്രോപ്പറിനെയാണ്. അടുത്ത ചോദ്യം, അഡ്ജസ്റ്റിംഗ് ഹെഡ്സ് ഡ്യൂ ടു ഈസ്. ഉത്തരം അസറ്റ്. അഡ്ജസ്റ്റിംഗ് ഹെഡ്സ് ഡ്യൂ ടു എന്ന് പറയുന്നത് അസറ്റും അഡ്ജസ്റ്റിംഗ് ഹെഡ്സ് ഡ്യൂ ബൈ എന്ന് പറയുന്നത് ലയബിലിറ്റിയും ആണ്. ദ ക്ലോസിംഗ് ബാലൻസ് ഓഫ് റെസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്. ഉത്തരം ക്യാഷ് ഓർ ഓവർ ഡ്രാഫ്റ്റ്.
റെസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ക്യാഷ് ബുക്കിന് പകരം പ്രിപ്പയർ ചെയ്യുന്നതാണ്. അതുകൊണ്ട് ക്യാഷ് ബുക്കിൻ്റെ ബാലൻസ് എന്താണ്? ഒന്നുകിൽ ക്യാഷ് ഇൻ ഹാൻഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഓവർ ഡ്രാഫ്റ്റ് ആയിരിക്കും. ക്യാഷ് ബുക്ക് എപ്പോഴും ഡെബിറ്റ് ബാലൻസ് ആണ് കാണിക്കുന്നത്. ഇനി ക്രെഡിറ്റ് ബാലൻസ് കാണിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഓവർ ഡ്രാഫ്റ്റ് ആണെന്നാണ്. അതാണ് ക്യാഷ് ഓർ ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്. ദ ക്ലോസിംഗ് ബാലൻസ് ഓഫ് റെസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ഈസ് ക്യാഷ് ഓർ ഓവർ ഡ്രാഫ്റ്റ്. Dash is prepared to check the arithmetic accuracy of books of accounts. Dash is prepared to check the arithmetic accuracy of books of accounts. ഉത്തരം ട്രയൽ ബാലൻസ്. അക്കൗണ്ട്സിൻ്റെ അരിത്തമെറ്റിക്കൽ ആക്യുറസി ചെക്ക് ചെയ്യുന്നതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ് ട്രയൽ ബാലൻസ്. ദ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഈസ് ടു ബി ക്രെഡിറ്റഡ് ടു. ദ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഈസ് ടു ബി ക്രെഡിറ്റഡ് ടു. ഉത്തരം ക്യാപിറ്റൽ അക്കൗണ്ട്. ക്യാപിറ്റൽ എന്ന് പറയുന്നത് ലയബിലിറ്റിയാണ്. ലയബിലിറ്റിയുടെ ഈ ക്യാപിറ്റലിൻ്റെ പുറത്ത് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് കമ്പനിയുടെ എക്സ്പെൻസ് ആണ്. ഇതെവിടെയാണ് ക്രെഡിറ്റ് ചെയ്യുന്നത് എന്നാണ് ചോദ്യം. ഉത്തരം ക്യാപിറ്റൽ അക്കൗണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഈസ് ടു ബി ക്രെഡിറ്റഡ് ടു ക്യാപിറ്റൽ അക്കൗണ്ട്. ട്രയൽ ബാലൻസ് ഈസ് എ ഉത്തരം സ്റ്റേറ്റ്മെൻറ്റ്. ട്രയൽ ബാലൻസ് എന്താണ് എന്നാണ് ചോദ്യം. അതൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. When the income is more than expenditure. When the income is more than expenditure. ഉത്തരം സർപ്ലസ്. അതായത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന് പകരം പ്രിപ്പയർ ചെയ്യുന്നതാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമുക്കറിയാം, അതിൻ്റെ ബാലൻസ് എന്ന് പറയുന്നത് ഒന്നുകിൽ നെറ്റ് പ്രോഫിറ്റ് ആണ്, അല്ലെങ്കിൽ നെറ്റ് ലോസ് ആണ്. എന്നാൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ബാലൻസ് എന്ന് പറയുന്നത് ഒന്നുകിൽ സർപ്ലസ് ആയിരിക്കും, അല്ലെങ്കിൽ ഡെഫിസിറ്റ് ആയിരിക്കും. പ്രോഫിറ്റിന് പകരം സർപ്ലസ്, ലോസിന് പകരം ഡെഫിസിറ്റ്. അപ്പം ഇൻകം ആണ് കൂടുതലെങ്കിൽ, എക്സ്പെൻഡിച്ചറിനേക്കാളും കൂടുതലാണ് ഇൻകം എങ്കിൽ അതിൻ്റെ ബാലൻസ് എന്തായിരിക്കും? അത് സർപ്ലസ് ആണ്. വെൻ ദ ഇൻകം ഈസ് മോർ ദാൻ എക്സ്പെൻഡിച്ചർ ഈസ് സർപ്ലസ്. ലോൺ അക്കൗണ്ട് ഈസ് എ ഡാഷ് അക്കൗണ്ട്. ലോൺ അക്കൗണ്ട് ഈസ് എ ഡാഷ് അക്കൗണ്ട്. ഉത്തരം പേഴ്സണൽ അക്കൗണ്ട്. 3 തരത്തിലുള്ള അക്കൗണ്ടുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പേഴ്സണൽ അക്കൗണ്ട്, റിയൽ അക്കൗണ്ട് ആൻഡ് നോമിനൽ അക്കൗണ്ട്. ഇതിൽ ലോൺ അക്കൗണ്ട് എന്ന് പറയുന്നത് എന്ത് തരം അക്കൗണ്ട് ആണ് എന്നാണ് ചോദ്യം. ഉത്തരം പേഴ്സണൽ അക്കൗണ്ട്. ഡാഷ് ബുക്ക് ഈസ് നോൺ ആസ് കിങ് ഓഫ് ബുക്സ്. ഡാഷ് ബുക്ക് ഈസ് നോൺ ആസ് കിങ് ഓഫ് ബുക്സ്. ഉത്തരം ലെഡ്ജർ. ലെഡ്ജറിനെയാണ് കിങ് ഓഫ് ബുക്സ് എന്ന് പറയുന്നത്. അഡ്വർടൈസ്മെൻറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഡിഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. ഡിഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ ആ ഒരു എക്സ്പെൻഡിച്ചറിൻ്റെ ബെനിഫിറ്റ് ഒരു കൊല്ലത്തേക്ക് മാത്രമായിരിക്കില്ല കിട്ടുന്നത്, തൊട്ട് അടുത്ത വർഷങ്ങളിലേക്ക് കൂടി ഉണ്ടാവും. അത്തരം എക്സ്പെൻഡിച്ചറിനെയാണ് ഡിഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. അതിന് ഉദാഹരണങ്ങളാണ് പ്രിലിമിനറി എക്സ്പെൻസസ്, പ്രോസ്പെക്ടസ് പ്രിൻ്റ് ചെയ്യുന്ന ചാർജ്, അതുപോലെ ഓഫീസ് പെർമനൻ്റ് ആയിട്ട് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുന്നത്, അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ, ഹെവി അഡ്വർടൈസ്മെൻറ്റ്. ഇതെല്ലാം ഡിഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്. അപ്പം അഡ്വർടൈസ്മെൻറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഡിഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. ഇൻക്രീസ് ഓർ ഡിക്രീസ് ഓഫ് മാർക്കറ്റ് വാല്യൂ ഓഫ് ആൻ അസറ്റ് ഈസ് കോൾഡ്. ഇൻക്രീസ് ഓർ ഡിക്രീസ് ഓഫ് മാർക്കറ്റ് വാല്യൂ ഓഫ് ആൻ അസറ്റ് ഈസ് കോൾഡ്. ഉത്തരം ഫ്ലക്ച്വേഷൻ. അസറ്റിൻ്റെ മാർക്കറ്റ് വാല്യൂയിൽ ഉണ്ടാകുന്ന കുറവ് അല്ലെങ്കിൽ കൂടുതൽ, ആ ഒരു ചേഞ്ചിനെയാണ് ഫ്ലക്ച്വേഷൻ എന്ന് പറയുന്നത്. റിന്യൂവൽ ഫീ ഫോർ പേറ്റൻറ്റ് ഈസ് എ ഡാഷ് എക്സ്പെൻസ്. റിന്യൂവൽ ഫീ ഫോർ പേറ്റൻറ്റ് ഈസ് എ ഡാഷ് എക്സ്പെൻസ്. ഉത്തരം റവന്യൂ എക്സ്പെൻഡിച്ചർ. പേറ്റൻറ്റിൻ്റെ റിന്യൂവൽ ഫീസ് റവന്യൂ എക്സ്പെൻഡിച്ചറാണ്. ക്രെഡിറ്റ് ടു നോമിനൽ അക്കൗണ്ട് മീൻസ്. ക്രെഡിറ്റ് ടു നോമിനൽ അക്കൗണ്ട് മീൻസ്. ഉത്തരം ഇൻകം. നോമിനൽ അക്കൗണ്ട് നമുക്കറിയാം, ഡെബിറ്റ് സൈഡിൽ എക്സ്പെൻസും ക്രെഡിറ്റ് സൈഡിൽ ഇൻകമാണ് കാണിക്കുന്നത്. അപ്പം ക്രെഡിറ്റ് ടു നോമിനൽ അക്കൗണ്ട് മീൻസ് ഇൻകം ആണ്. ഡിപ്രീസിയേഷൻ ഓഫ് അയൺ മൈൻ ഈസ് ഡ്യൂ ടു. ഡിപ്രീസിയേഷൻ ഓഫ് അയൺ മൈൻ ഈസ് ഡ്യൂ ടു. ഉത്തരം ഡിപ്ലഷൻ. ഇരുമ്പ് ഖനികൾ പോലെയുള്ള വാസ്റ്റിംഗ് അസറ്റിൻ്റെ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് ഡിപ്ലഷനാണ്. വേജസ് പെയ്ഡ് ഇൻ കണക്ഷൻ വിത്ത് ദ ഇൻസ്റ്റാൾമെൻറ്റ് ഓഫ് ആൻ അസറ്റ് ഈസ്. വേജസ് പെയ്ഡ് ഇൻ കണക്ഷൻ വിത്ത് ദ ഇൻസ്റ്റാൾമെൻറ്റ് ഓഫ് ആൻ അസറ്റ് ഈസ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ.
അസറ്റ് പർച്ചേസ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുന്ന എക്സ്പെൻസ്, ആ ഇൻസ്റ്റാൾ ചെയ്തതിന് കൊടുക്കുന്ന വേജസ് എന്താണെന്നാണ് ചോദ്യം. അത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ്. ക്യാപിറ്റൽ പ്രോഫിറ്റ് ആർ യൂസ്ഡ് ടു ക്രിയേറ്റ് ക്യാപിറ്റൽ റിസർവ്. ക്യാപിറ്റൽ റിസർവ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ക്യാപിറ്റൽ പ്രോഫിറ്റ് ഉപയോഗിക്കുന്നത്. ക്യാപിറ്റൽ പ്രോഫിറ്റിൽ നിന്നാണ് ക്യാപിറ്റൽ റിസർവ് ക്രിയേറ്റ് ചെയ്യുന്നത്. ക്യാപിറ്റൽ റിസർവിന് ഉദാഹരണങ്ങളാണ് പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്, പ്രോഫിറ്റ് ഓൺ റീവാലുവേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്, പ്രോഫിറ്റ് പ്രയർ ടു ഇൻകോർപ്പറേഷൻ, സെക്യൂരിറ്റി പ്രീമിയം ഓർ ഷെയർ പ്രീമിയം, പ്രോഫിറ്റ് ഓൺ റീ ഇഷ്യൂ ഓഫ് ഫോർഫീറ്റഡ് ഷെയർസ്, ക്യാപിറ്റൽ റിഡംഷൻ റിസർവ്, പ്രോഫിറ്റ് ഓൺ അക്വിസിഷൻ ഓഫ് ബിസിനസ്. ഇതെല്ലാം ക്യാപിറ്റൽ റിസർവുകൾക്ക് ഉദാഹരണമാണ്. ക്യാപിറ്റൽ റിസർവ് ക്രിയേറ്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ പ്രോഫിറ്റിൽ നിന്നുമാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ പ്ലാന്റ് ആൻഡ് മെഷീനറി ഈസ് എ ഡാഷ് എക്സ്പെൻഡിച്ചർ. ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ പ്ലാന്റ് ആൻഡ് മെഷീനറി ഈസ് എ ഡാഷ് എക്സ്പെൻഡിച്ചർ. ഉത്തരം ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഫിക്സഡ് അസറ്റ് പർച്ചേസ് ചെയ്യുന്നതിനുള്ള എക്സ്പെൻഡിച്ചറൊക്കെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ്. ഡിബഞ്ചർ ഈസ് എ റിട്ടേൺ ഡാഷ് ഓഫ് ഡെറ്റ്. ഡിബഞ്ചർ ഈസ് എ റിട്ടേൺ ഡാഷ് ഓഫ് ഡെറ്റ്. ഉത്തരം അക്നോളജ്മെൻറ്റ്. ഡിബഞ്ചർ എന്ന് പറയുന്നത് റിട്ടേൺ അക്നോളജ്മെൻറ്റ് ഓഫ് ഡെറ്റ് ആണ്. ഡിബഞ്ചർ ഉണ്ടായത് ഡിബെയർ എന്ന ലാറ്റിൻ വേർഡിൽ നിന്നാണ്. ഡിബെയർ എന്ന ലാറ്റിൻ വേർഡിൻ്റെ അർത്ഥം ടു ഓവ് എ ഡെറ്റ് എന്നാണ്. ഡിബഞ്ചർ ഈസ് എ റിട്ടേൺ അക്നോളജ്മെൻറ്റ് ഓഫ് ഡെറ്റ്. റിട്ടേൺ ഡോക്യുമെൻ്ററി എവിഡൻസ് ഇൻ ഒറിജിനൽ ഈസ് നോൺ ആസ്. റിട്ടേൺ ഡോക്യുമെൻ്ററി എവിഡൻസ് ഇൻ ഒറിജിനൽ ഈസ് നോൺ ആസ് പ്രൈമറി വൗച്ചർ. ഒരു പേയ്മെൻറ്റ് നടത്തി അതിൻ്റെ ഒറിജിനൽ വൗച്ചറിനെയാണ് പ്രൈമറി വൗച്ചർ എന്ന് പറയുന്നത്. ഡിപ്രീസിയേഷൻ ഇൻ ദ വാല്യൂ ഓഫ് ഇൻടാഞ്ചിബിൾ അസറ്റ് ഈസ്. ഡിപ്രീസിയേഷൻ ഇൻ ദ വാല്യൂ ഓഫ് ഇൻടാഞ്ചിബിൾ അസറ്റ് ഈസ് അമോർട്ടൈസേഷൻ. ഇൻടാഞ്ചിബിൾ അസറ്റിൻ്റെ ഡിപ്രീസിയേഷൻ അമോർട്ടൈസേഷനാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു വാസ്റ്റിംഗ് അസറ്റ്, അതായത് അയൺ മൈനൊക്കെ പോലെയുള്ള വാസ്റ്റിംഗ് അസറ്റിൻ്റെ ഡിപ്രീസിയേഷൻ ഡിപ്ലഷനാണ്. ഇൻടാഞ്ചിബിൾ അസറ്റിൻ്റെ ഡിപ്രീസിയേഷൻ അമോർട്ടൈസേഷനാണ്. എക്സ്പെൻഡിച്ചർ ടു കീപ് അസറ്റ്സ് ഇൻ ഗുഡ് കണ്ടീഷൻ. എക്സ്പെൻഡിച്ചർ ടു കീപ് അസറ്റ്സ് ഇൻ ഗുഡ് കണ്ടീഷൻ. ഉത്തരം റവന്യൂ എക്സ്പെൻസ്. അസറ്റ് പർച്ചേസ് ചെയ്യുന്നത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ്. ആ വാങ്ങിയ അസറ്റിനെ ഗുഡ് കണ്ടീഷനിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനുള്ള എക്സ്പെൻസ് റവന്യൂ എക്സ്പെൻസ് ആണ്. ഡെൽക്രെഡയർ കമ്മീഷൻ ഈസ് നോർമലി കാൽക്കുലേറ്റഡ് ഓൺ. ഡെൽക്രെഡയർ കമ്മീഷൻ ഈസ് നോർമലി കാൽക്കുലേറ്റഡ് ഓൺ ടോട്ടൽ സെയിൽസ്. നമ്മൾ കുറേ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് കൺസൈൻമെൻറ്റിൽ വരുന്നതാണ് ഈ ഡെൽക്രെഡയർ കമ്മീഷൻ. ഡെൽക്രെഡയർ കമ്മീഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ടോട്ടൽ സെയിൽസിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ് ഓഫ് ഡിപ്രീസിയേഷൻ ഈസ് ഓൾസോ കോൾഡ്. ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ് ഓഫ് ഡിപ്രീസിയേഷൻ ഈസ് ഓൾസോ കോൾഡ്. ഉത്തരം സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ്. ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡിനെയാണ് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് എന്ന് പറയുന്നത്. The process of misappropriating cash received from the debtor without entering in his account is known as. The process of misappropriating cash received from the debtor without entering in his account is known as teaming and lading. റിസീവ് ചെയ്ത ക്യാഷ് എൻ്റർ ചെയ്യുന്നില്ല, അത്തരം തിരിമറിക്കാണ് ടീമിംഗ് ആൻഡ് ലാഡിംഗ് എന്ന് പറയുന്നത്. എ പെറ്റി ക്യാഷ് ബുക്ക് ഈസ് കെപ്റ്റ് അണ്ടർ ഡാഷ് സിസ്റ്റം. എ പെറ്റി ക്യാഷ് ബുക്ക് ഈസ് കെപ്റ്റ് അണ്ടർ ഡാഷ് സിസ്റ്റം. ഉത്തരം ഇംപ്രസ്ഡ് സിസ്റ്റം. പെറ്റി ക്യാഷ് ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഇംപ്രസ്ഡ് സിസ്റ്റത്തിലാണ്. ഒരു ഫിക്സഡ് എമൗണ്ട് ആദ്യം തന്നെ കൊടുക്കും പെറ്റി എക്സ്പെൻസ് മീറ്റ് ചെയ്യുന്നതിന് വേണ്ടി. ആ എമൗണ്ടിനെയാണ് ഇംപ്രസ്ഡ് മണി എന്ന് പറയുന്നത്. ദ അൺറിട്ടൺ പോർഷൻ ഓഫ് ദ ഡിഫേർഡ് റവന്യൂ ഈസ് നോൺ ആസ് ഡാഷ് അസറ്റ്. ദ അൺറിട്ടൺ പോർഷൻ ഓഫ് ദ ഡിഫേർഡ് റവന്യൂ ഈസ് നോൺ ആസ് ഡാഷ് അസറ്റ്. ഉത്തരം ഫിക്റ്റീഷ്യസ് അസറ്റ്. നേരത്തെ നമ്മൾ ഡിഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചറുടെ കാര്യം പറഞ്ഞു. ഹെവി അഡ്വർടൈസ്മെൻറ്റ്, പ്രിലിമിനറി എക്സ്പെൻസ്, അതുപോലെയുള്ളതൊക്കെ. അത് ഓരോ വർഷവും ഒരു ഭാഗം റൈറ്റ് ഓഫ് ചെയ്യുകയും ബാക്കി ബാലൻസ് ഷീറ്റിൽ കാണിക്കുകയും വേണം. റൈറ്റ് ഓഫ് ചെയ്ത ഭാഗം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ കാണിക്കുന്നു.
റൈറ്റ് ഓഫ് ചെയ്യാത്തത് ബാക്കിയുള്ളത് ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ കാണിക്കുന്നു. അത് എന്തായിട്ടാണ് കാണിക്കുന്നതെന്നാണ് ചോദ്യം. അത് ഫിക്റ്റീഷ്യസ് അസറ്റ് ആണ്. അൺറിട്ടൺ പോർഷൻ ഓഫ് ദ ഡിഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ ഈസ് നോൺ ആസ് ഫിക്റ്റീഷ്യസ് അസറ്റ്. The major source of revenue of any business is sales. ഏതൊരു ബിസിനസ്സിൻ്റെയും മെയിൻ സോഴ്സ് ഓഫ് റവന്യൂ എന്ന് പറയുന്നത് സെയിൽസ് ആണ്. ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് ഡാഷ്. ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് ഡാഷ്. ഉത്തരം അസറ്റ്. ക്ലോസിംഗ് സ്റ്റോക്ക് അതായത് ഒരു വർഷം എൻഡ് ചെയ്യുമ്പോൾ അൺസോൾഡ് ആവാത്ത സ്റ്റോക്ക് നമ്മുടെ കയ്യിലുണ്ട്, അതാണ് ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. അത് കറൻറ്റ് അസറ്റാണ്. ഈ ക്ലോസിംഗ് സ്റ്റോക്കാണ് നെക്സ്റ്റ് ഇയറിൽ ഓപ്പണിംഗ് സ്റ്റോക്കായിട്ട് കാണിക്കുന്നത്. അസറ്റ് അക്കൗണ്ട്സ് വിൽ ഓൾവേസ് ഹാവ് ഡാഷ് ബാലൻസ്. അസറ്റ്സ് അക്കൗണ്ട്സ് വിൽ ഓൾവേസ് ഹാവ് ഡാഷ് ബാലൻസ്. ഉത്തരം ഡെബിറ്റ് ബാലൻസ്. നേരത്തെ നമ്മൾ പറഞ്ഞതാണ് ക്യാഷ് ബുക്കിൻ്റെ ബാലൻസ് എപ്പോഴും ഡെബിറ്റ് ബാലൻസ് ആണ്. ഇനി ക്രെഡിറ്റ് ബാലൻസ് കാണിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഓവർ ഡ്രാഫ്റ്റ് ആണ് എന്നാണ്. അസറ്റ് മൈനസ് ലയബിലിറ്റി ഈസ് ക്യാപിറ്റൽ. അസറ്റിൽ നിന്ന് ലയബിലിറ്റി കുറയ്ക്കുമ്പോൾ കിട്ടുന്നതാണ് ക്യാപിറ്റൽ. ഇത് അക്കൗണ്ടിങ് ഇക്വേഷനാണ്. അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ. അസറ്റ് മൈനസ് ലയബിലിറ്റി ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ. ഡാഷ് ഈസ് ദി ജേണൽ ആൻഡ് ലെഡ്ജർ. ഡാഷ് ഈസ് ദി ജേണൽ ആൻഡ് ലെഡ്ജർ. ഉത്തരം ക്യാഷ് ബുക്ക്. ജേണലിൻ്റെയും ലെഡ്ജറിൻ്റെയും സ്വഭാവം കാണിക്കുന്ന ഒരു സബ്സിഡിയറി ബുക്കാണ് ക്യാഷ് ബുക്ക്. അപ്പോൾ ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത് ജേണലുമാണ്, അതുപോലെ ലെഡ്ജറുമാണ്. ഡാഷ് ഈസ് ദ അക്കൗണ്ട് ഓഫ് അൺസോൾഡ് ഗുഡ്സ് ഇൻ ഹാൻഡ് അറ്റ് ദ എൻഡ് ഓഫ് ട്രേഡിംഗ് പീരീഡ്. ഡാഷ് ഈസ് ദ അക്കൗണ്ട് ഓഫ് അൺസോൾഡ് ഗുഡ്സ് ഇൻ ഹാൻഡ് അറ്റ് ദ എൻഡ് ഓഫ് ട്രേഡിംഗ് പീരീഡ്. ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. ഒരു ട്രേഡിംഗ് പീരീഡിൻ്റെ അവസാനം അൺസോൾഡ് ആവാത്ത സ്റ്റോക്കിനെയാണ് ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇയറിൽ അത് ഓപ്പണിംഗ് സ്റ്റോക്കായിട്ട് കാണിക്കണം. അടുത്തത് ഇൻ ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ് ഡിപ്രീസിയേഷൻ ഈസ് കാൽക്കുലേറ്റഡ് ഓൺ. ഇൻ ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ് ഡിപ്രീസിയേഷൻ ഈസ് കാൽക്കുലേറ്റഡ് ഓൺ ഒറിജിനൽ കോസ്റ്റ്. ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡിനെയാണ് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഈ ഒരു മെത്തേഡിൽ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അസറ്റിൻ്റെ ഒറിജിനൽ കോസ്റ്റ് വെച്ചിട്ടാണ്. ലീഗൽ ചാർജസ് ഇൻ കണക്ഷൻ വിത്ത് ദ പർച്ചേസ് ഓഫ് ലാൻഡ് ഈസ് ഡാഷ് എക്സ്പെൻഡിച്ചർ. ലീഗൽ ചാർജസ് ഇൻ കണക്ഷൻ വിത്ത് ദ പർച്ചേസ് ഓഫ് ലാൻഡ് ഈസ് ഡാഷ് എക്സ്പെൻഡിച്ചർ. ഉത്തരം ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. അസറ്റ് പർച്ചേസ് ചെയ്യുന്നത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. അസറ്റ് പർച്ചേസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലീഗൽ ചാർജസ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. കാരണം അത് പിന്നീട് ആവർത്തിക്കുന്നില്ല. ആ വാങ്ങിയ സമയത്ത് കൊടുക്കുന്ന ലീഗൽ ചാർജസ് ആണ്, അത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. ഈ അസറ്റിനെ ഗുഡ് കണ്ടീഷനിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന എക്സ്പെൻസ് ഏതാണെന്ന് ചോദിച്ചാൽ അത് റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്. ഡാഷ് ഈസ് ദ ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി ഇൻ കോപ്പറേറ്റീവ് അക്കൗണ്ടിംഗ്. ഡാഷ് ഈസ് ദ ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി ഇൻ കോപ്പറേറ്റീവ് അക്കൗണ്ടിംഗ്. ഉത്തരം ഡേ ബുക്ക്. കോപ്പറേറ്റീവ് അക്കൗണ്ടിങ്ങിൽ ഈ ഒറിജിനൽ ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി എന്ന് പറയുന്നത് ഡേ ബുക്കാണ്. ഡേ ബുക്കിൽ എല്ലാ ട്രാൻസാക്ഷനും മെയിൻറ്റെയിൻ ചെയ്യും. അതായത് ക്യാഷ് ആൻഡ് നോൺ ക്യാഷ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യും. ഡാഷ് ആർ ലയബിലിറ്റീസ് വിച്ച് മേ ഓർ മേ നോട്ട് എറൈസ് ഇൻ ഫ്യൂച്ചർ. ഡാഷ് ആർ ലയബിലിറ്റീസ് വിച്ച് മേ ഓർ മേ നോട്ട് എറൈസ് ഇൻ ഫ്യൂച്ചർ. ഉത്തരം കണ്ടിൻജൻറ്റ് ലയബിലിറ്റീസ്. ഫ്യൂച്ചറിൽ സംഭവിച്ചേക്കാവുന്ന ലയബിലിറ്റീസ്, അതിനെയാണ് കണ്ടിൻജൻറ്റ് ലയബിലിറ്റി എന്ന് പറയുന്നത്. കണ്ടിൻജൻറ്റ് ലയബിലിറ്റി ബാലൻസ് ഷീറ്റിൻ്റെ ഫുട് നോട്ടിൽ കൊടുക്കണം. അത് ഏത് കൺസെപ്റ്റ് അനുസരിച്ചാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം ഫുൾ ഡിസ്ക്ലോഷർ കൺസെപ്റ്റ് അനുസരിച്ചാണ്. ഡാഷ് ഈസ് ദ ലാംഗ്വേജ് ഓഫ് ബിസിനസ്. ഡാഷ് ഈസ് ദ ലാംഗ്വേജ് ഓഫ് ബിസിനസ്. ഉത്തരം അക്കൗണ്ടിങ്. അക്കൗണ്ടിങ് ഈസ് ദ ലാംഗ്വേജ് ഓഫ് ബിസിനസ്. ഇനി അക്കൗണ്ടിങ് ഈസ് ദ ഡാഷ് ഓഫ് ബിസിനസ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ലാംഗ്വേജ് എന്ന് നമുക്ക് ഓപ്ഷനിൽ നിന്ന് സെലക്ട് ചെയ്യാൻ പറ്റണം. അക്കൗണ്ടിങ് ഈസ് ദ ലാംഗ്വേജ് ഓഫ് ബിസിനസ്. എ റിസർവ് വിച്ച് ഈസ് നോട്ട് ഡിസ്ക്ലോസ്ഡ് ഇൻ ദ ബാലൻസ് ഷീറ്റ് ഈസ്. എ റിസർവ് വിച്ച് ഈസ് നോട്ട് ഡിസ്ക്ലോസ്ഡ് ഇൻ ദ ബാലൻസ് ഷീറ്റ് ഈസ്. ഉത്തരം സീക്രട്ട് റിസർവ്. ബാലൻസ് ഷീറ്റിൽ ഡിസ്ക്ലോസ് ചെയ്യാത്ത റിസർവാണ് സീക്രട്ട് റിസർവ്. സീക്രട്ട് റിസർവ് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്?
ഇൻവെൻറ്ററീസിൻ്റെ അണ്ടർ വാല്യുവേഷൻ കാണിച്ചിട്ട് അതുപോലെ കണ്ടിൻജൻറ്റ് ലയബിലിറ്റീസിനെ ആക്ച്വൽ ലയബിലിറ്റീസ് ആയിട്ട് കാണിച്ചും സീക്രട്ട് റിസർവ് ക്രിയേറ്റ് ചെയ്യാറുണ്ട്. ഡൗട്ട്ഫുൾ ഡെറ്റിന് എക്സസീവ് പ്രൊവിഷൻ കൊടുക്കുകയോ അല്ലെങ്കിൽ അസറ്റിന് ഹയർ ഡിപ്രീസിയേഷൻ കൊടുക്കുകയോ വളരെ കൂടുതൽ ഡിപ്രീസിയേഷനൊക്കെ കൊടുത്ത് സീക്രട്ട് റിസർവ് ക്രിയേറ്റ് ചെയ്യാം. അടുത്ത ചോദ്യം, അണ്ടർ ഡാഷ് കൺസെപ്റ്റ് ഓൾ ബിസിനസ് ട്രാൻസാക്ഷൻസ് ആർ ടു ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് മണി. അണ്ടർ ഡാഷ് കൺസെപ്റ്റ് ഓൾ ബിസിനസ് ട്രാൻസാക്ഷൻസ് ആർ ടു ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് മണി. ഉത്തരം മണി മെഷർമെൻറ്റ് കൺസെപ്റ്റ്. മണി മെഷർമെൻറ്റ് കൺസെപ്റ്റ് പ്രകാരം മോണിറ്ററി ട്രാൻസാക്ഷൻസ് മാത്രമേ അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യാൻ പാടുള്ളൂ. ആൻ എറർ വിച്ച് ഈസ് കോമ്പൻസേറ്റഡ് ബൈ അനദർ എറർ ഈസ് നോൺ ആസ്. ആൻ എറർ വിച്ച് ഈസ് കോമ്പൻസേറ്റഡ് ബൈ അനദർ എറർ ഈസ് നോൺ ആസ് കോമ്പൻസേറ്റിംഗ് എറർ. ഒരു എൻട്രിയിൽ ഉള്ള മിസ്റ്റേക്ക് മറ്റൊരു എൻട്രിയിലെ മിസ്റ്റേക്ക് കൊണ്ട് കോമ്പൻസേറ്റ് ആയി പോകുന്നു. അത് ട്രയൽ ബാലൻസിനെ അഫക്റ്റ് ചെയ്യുന്നേ ഇല്ല. ഫൈനൽ അക്കൗണ്ട്സിൽ അത് റിഫ്ലക്റ്റ് ചെയ്യുന്നില്ല. അങ്ങനെ കോമ്പൻസേറ്റ് ചെയ്യുന്ന അത്തരം എററിനെയാണ് കോമ്പൻസേറ്റിംഗ് എറേഴ്സ് എന്ന് പറയുന്നത്. അൻ എറർ വിച്ച് ഈസ് കോമ്പൻസേറ്റഡ് ബൈ അനദർ എറർ ഈസ് നോൺ ആസ് കോമ്പൻസേറ്റിംഗ് എറേഴ്സ്. റിസർവ് ഫണ്ട് ഈസ് ക്രിയേറ്റഡ് ഔട്ട് ഓഫ്. റിസർവ് ഫണ്ട് ഈസ് ക്രിയേറ്റഡ് ഔട്ട് ഓഫ്. ഉത്തരം നെറ്റ് പ്രോഫിറ്റ്. നെറ്റ് പ്രോഫിറ്റിൽ നിന്നാണ് റിസർവ് ഫണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് വാല്യൂഡ് അറ്റ് കോസ്റ്റ് പ്രൈസ് ഓർ മാർക്കറ്റ് പ്രൈസ് വിച്ച് എവർ ഈസ് ലെസ്. ദിസ് ഈസ് ദ പ്രിൻസിപ്പിൾ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് വാല്യൂഡ് അറ്റ് കോസ്റ്റ് പ്രൈസ് ഓർ മാർക്കറ്റ് പ്രൈസ് വിച്ച് എവർ ഈസ് ലെസ്. ദിസ് ഈസ് ദ പ്രിൻസിപ്പിൾ ഓഫ്. ഉത്തരം കൺസർവേറ്റിസം. ക്ലോസിംഗ് സ്റ്റോക്ക് വാല്യൂ ചെയ്യുന്നത് കോസ്റ്റ് പ്രൈസ് അല്ലെങ്കിൽ മാർക്കറ്റ് പ്രൈസ് വിച്ച് എവർ ഈസ് ലെസ്, ഏതാണോ കുറവ് അതിലാണ്. ഈ ഒരു വാല്യുവേഷൻ നടത്തുന്നത് ഏത് പ്രിൻസിപ്പിൾ അനുസരിച്ചാണ് എന്നാണ് ചോദ്യം. ഉത്തരം പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേറ്റിസം. ദ എൻട്രി വിച്ച് ഈസ് റെക്കോർഡഡ് ഇൻ ബോത്ത് സൈഡ്സ് ഓഫ് ക്യാഷ് ബുക്ക് ഈസ്. ദ എൻട്രി വിച്ച് ഈസ് റെക്കോർഡഡ് ഇൻ ബോത്ത് സൈഡ്സ് ഓഫ് ക്യാഷ് ബുക്ക് ഈസ് കോൺട്രാ എൻട്രി. ക്യാഷ് ബുക്കിൻ്റെ രണ്ട് സൈഡിലും വരുന്ന എൻട്രികളാണ് കോൺട്രാ എൻട്രി. ക്യാഷ് ഇൻ ഹാൻഡ് ഈസ് എ ഡാഷ് അസറ്റ്. ക്യാഷ് ഇൻ ഹാൻഡ് ഈസ് എ ഡാഷ് അസറ്റ്. ഉത്തരം ലിക്വിഡ് അസറ്റ്. ജേണൽ എൻട്രീസ് മെയ്ഡ് ടു കറക്റ്റ് ദ എറേഴ്സ് ആർ കോൾഡ് ഡാഷ് എൻട്രീസ്. ജേണൽ എൻട്രീസ് മെയ്ഡ് ടു കറക്റ്റ് ദ എറേഴ്സ് ആർ കോൾഡ് ഡാഷ് എൻട്രീസ്. ഉത്തരം റെക്ടിഫൈയിങ് എൻട്രീസ്. ഒരു എൻട്രി കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി പാസ് ചെയ്യുന്ന ജേണൽ എൻട്രീനെ റെക്ടിഫൈയിങ് എൻട്രീസ് എന്നാണ് പറയുന്നത്. വേജസ് ഷുഡ് ബി ഷോൺ ഓൺ ദ ഡാഷ് സൈഡ് ഓഫ് ദ ട്രേഡിംഗ് അക്കൗണ്ട്. വേജസ് ഷുഡ് ബി ഷോൺ ഓൺ ദി ഡാഷ് സൈഡ് ഓഫ് ദ ട്രേഡിംഗ് അക്കൗണ്ട്. ഉത്തരം ഡെബിറ്റ് സൈഡ്. വേജസ് എന്ന് പറയുന്നത് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അതുകൊണ്ട് അത് ട്രേഡിംഗ് അക്കൗണ്ടിൽ കാണിക്കണം. ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലാണ് കാണിക്കുന്നത്. വേജസ് ആൻഡ് സാലറീസ് എന്ന് പറയുകയാണെങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ കാണിക്കണം. ഇനി സാലറീസ് ആൻഡ് വേജസ് എന്നാണ് തരുന്നതെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലാണ് കാണിക്കേണ്ടത്. അപ്പം വേജസ് ഷുഡ് ബി ഷോൺ ഓൺ ദി ഡെബിറ്റ് സൈഡ് ഓഫ് ദ ട്രേഡിംഗ് അക്കൗണ്ട്. പ്രീപെയ്ഡ് എക്സ്പെൻസ് ഈസ് ഡാഷ് ടു ദ ബിസിനസ്. പ്രീപെയ്ഡ് എക്സ്പെൻസ് ഈസ് ഡാഷ് ടു ദ ബിസിനസ്. ഉത്തരം അസറ്റ്. പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പേ ചെയ്തതാണ്. അത് ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അസറ്റാണ്. പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് പറയുന്നത് ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ കാണിക്കണം. എന്നാൽ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്ന് പറയുന്നത് ലയബിലിറ്റിയാണ്, നമ്മൾ കൊടുക്കാനുള്ളതാണ്. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ലയബിലിറ്റിയും പ്രീപെയ്ഡ് എക്സ്പെൻസ് അസറ്റുമാണ്. When income is more than expenditure, it means when income is more than expenditure, it means ഉത്തരം പ്രോഫിറ്റ്. അതായത് ഇൻകം എക്സ്പെൻഡിച്ചറിനേക്കാൾ കൂടുതലാണെങ്കിൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ സർപ്ലസ് ആണ്. ഓപ്ഷനിൽ ഏതാണോ വരുന്നത് അതാണ് നമ്മൾ ഉത്തരവായിട്ട് എടുക്കേണ്ടത്. വെൻ ഇൻകം ഈസ് മോർ ദാൻ എക്സ്പെൻഡിച്ചർ ഇറ്റ് മീൻ പ്രോഫിറ്റ് ഓർ സർപ്ലസ്. ഒറിജിനൽ ബുക്ക് ഓഫ് എൻട്രി ഈസ് കോൾഡ്. ഒറിജിനൽ ബുക്ക് ഓഫ് എൻട്രി ഈസ് കോൾഡ് ജേണൽ. ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി അല്ലെങ്കിൽ ബുക്സ് ഓഫ് പ്രൈം എൻട്രി എന്നൊക്കെ പറയുന്നത് ജേണലാണ്. കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്ന് എടുത്തു പറയുകയാണെങ്കിൽ അതിൽ ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി എന്ന് പറയുന്നത് ഡേ ബുക്കാണ്.
കോമൺ ആയിട്ട് പറയുമ്പോൾ ജേണലാണ് വരിക. ഒറിജിനൽ ബുക്ക് ഓഫ് എൻട്രി അല്ലെങ്കിൽ ബുക്ക് ഓഫ് പ്രൈം എൻട്രി എന്ന് പറയുന്നത് ജേണലാണ്. ഡെബിറ്റ് ഇൻ ആൻ അസറ്റ് മീൻസ് ഉത്തരം ഇൻക്രീസ്. അസറ്റിനെ ഡെബിറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അസറ്റ് വന്നു എന്നാണ്, അസറ്റിൽ ഇൻക്രീസ് ഉണ്ടായി എന്നാണ്. അസറ്റ് സെയിൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ അസറ്റിനെ എന്ത് ചെയ്യും? ക്രെഡിറ്റ് ചെയ്യും. ട്രേഡിംഗ് അക്കൗണ്ട് ഈസ് എ ഡാഷ് അക്കൗണ്ട്. ട്രേഡിംഗ് അക്കൗണ്ട് ഈസ് എ ഡാഷ് അക്കൗണ്ട്. ഉത്തരം നോമിനൽ അക്കൗണ്ട്. ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറയുന്നത് നോമിനൽ അക്കൗണ്ട് ആണ്. ഡാഷ് ബാലൻസ് ഇൻ ദ പാസ്ബുക്ക് ഷോസ് ബാങ്ക് ഓവർഡ്രാഫ്റ്റ്. ഡാഷ് ബാലൻസ് ഇൻ ദ പാസ്ബുക്ക് ഷോസ് ബാങ്ക് ഓവർഡ്രാഫ്റ്റ്. ഉത്തരം ഡെബിറ്റ് ബാലൻസ്. ബാങ്ക് പാസ്ബുക്കിൽ ഡെപ്പോസിറ്റ് ആണെങ്കിൽ ക്രെഡിറ്റ് ബാലൻസ് ആണ് കാണിക്കുന്നത്. ഇനി പാസ്ബുക്കിൽ ഡെബിറ്റ് ബാലൻസ് കാണിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ബാങ്ക് ഓവർഡ്രാഫ്റ്റ് ആണെന്നാണ്. ഇറിക്കവറബിൾ ഡെറ്റ്സ് ആർ കോൾഡ്. ഇറിക്കവറബിൾ ഡെറ്റ്സ് ആർ കോൾഡ്. ഉത്തരം ബാഡ് ഡെറ്റ്സ്. കിട്ടാത്ത കടങ്ങളെയാണ് ബാഡ് ഡെറ്റ്സ് എന്ന് പറയുന്നത്. ഇറിക്കവറബിൾ ഡെറ്റ്സ് ആർ കോൾഡ് ബാഡ് ഡെറ്റ്സ്. എക്സ്പെൻസസ് വിച്ച് ഹാവ് ബീൻ പെയ്ഡ് ഇൻ അഡ്വാൻസ് ആർ കോൾഡ് ഡാഷ് എക്സ്പെൻസസ്. എക്സ്പെൻസസ് വിച്ച് ഹാവ് ബീൻ പെയ്ഡ് ഇൻ അഡ്വാൻസ് ആർ കോൾഡ് ഡാഷ് എക്സ്പെൻസസ്. ഉത്തരം പ്രീപെയ്ഡ് എക്സ്പെൻസസ്. ഓൾറെഡി നമ്മൾ കൊടുത്തു, അതായത് ഡ്യൂ ആകുന്നതിന് മുൻപേ നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പ്രീപെയ്ഡ് എക്സ്പെൻസ് ആണ്, അത് അസറ്റാണ്. ഗുഡ് വിൽ ഈസ് ആൻ ഡാഷ് അസറ്റ്. ഗുഡ് വിൽ ഈസ് ആൻ ഡാഷ് അസറ്റ്. ഉത്തരം ഇൻടാഞ്ചിബിൾ അസറ്റ്. ഗുഡ് വിൽ എന്ന് പറയുന്നത് ഇൻടാഞ്ചിബിൾ അസറ്റിന് ഉദാഹരണമാണ്. ഇൻടാഞ്ചിബിൾ എന്ന് പറഞ്ഞാൽ വി കാണ്ട് ടച്ച് ഓർ സീ, നമുക്ക് കാണാനോ തൊടാനോ കഴിയാത്ത അസറ്റുകളെയാണ് ഇൻടാഞ്ചിബിൾ അസറ്റ് എന്ന് പറയുന്നത്. ഗുഡ് വില്ല്, പേറ്റൻറ്റ്, കോപ്പിറൈറ്റ് ഇതെല്ലാം ഇൻടാഞ്ചിബിൾ അസറ്റിന് ഉദാഹരണങ്ങളാണ്. ഇൻടാഞ്ചിബിൾ അസറ്റുമായി ബന്ധപ്പെട്ട ഡിപ്രീസിയേഷൻ ടേമാണ് അമോർട്ടൈസേഷൻ. എ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് പ്രിപ്പയർഡ് ബൈ. എ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് പ്രിപ്പയർഡ് ബൈ. ഉത്തരം കസ്റ്റമർ. ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് കസ്റ്റമറാണ്. ദ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഈസ് എ ഡാഷ് അക്കൗണ്ട്. ദ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഈസ് എ ഡാഷ് അക്കൗണ്ട്. ഉത്തരം നോമിനൽ അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന് പകരം നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ പ്രിപ്പയർ ചെയ്യുന്നതാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. അത് നോമിനൽ അക്കൗണ്ടാണ്. അക്കൗണ്ടൻസിയിൽ നിന്നുള്ള 65 ചോദ്യങ്ങളാണ് റിവിഷൻ്റെ ഭാഗമായി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞത്. നാളെയാണ് നമ്മുടെ എക്സാം നടക്കാൻ പോകുന്നത്. എല്ലാവർക്കും നല്ല രീതിയിൽ എക്സാം എഴുതാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. വിഷ് യു ഓൾ ദ ബെസ്റ്റ്.